ടിൻഡു മഹാദേവ്, ഇപ്പോൾ ഈ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈക്കോടതിയിൽ നടന്നൊരു സംഭവം, മുണ്ടക്കൈ പുനരധിവാസത്തെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് മുണ്ടക്കൈ പുനരധിവാസത്തിന് വേണ്ടി കേന്ദ്ര സഹായം കിട്ടാൻ വേണ്ടി കാത്തിരിക്കരുത് എന്നാണ് നിലപാട്. കോടതിയും അക്കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. കയ്യിലുള്ള, അതായത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നെടുത്ത് അതിന് 3/4 ചെലവാക്കിക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഫണ്ട്, അതായത് ഒരു ദുരന്തമുഖത്ത് നിന്ന് അവതരിപ്പിക്കുന്ന ഒരു ഫണ്ട്, ഒരു ബജറ്റാണ്. ആ ബജറ്റ് യഥാർത്ഥത്തിൽ ഇവിടെ മുമ്പ് ജെയ്സി തോമസ് ചൂണ്ടിക്കാട്ടിയതുപോലെ ശത്രുതാ മനോഭാവത്തോടെ കേന്ദ്രം പെരുമാറുമ്പോൾ ഒരു സംസ്ഥാനം ചെയ്യാവുന്ന പരമാവധി ചെറുത്തുനിൽപ്പിൽ അത് മുഖ്യമന്ത്രിയുടെയും നമ്മുടെ ആദരണീയനായിട്ടുള്ള ധനകാര്യമന്ത്രിയുടെയും സ്ഥിരം പല്ലവി പോലെ ഈ കേന്ദ്രവിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ഈ ബഡ്ജറ്റ് ഒരുപക്ഷെ കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിന് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം നമ്മളെല്ലാ സമയത്തും ഈ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് മുൻ ബഡ്ജറ്റുകളുടെ ഒരു സോഷ്യൽ ഓഡിറ്റ് നമ്മൾ നടത്തണം. അങ്ങനെയാണല്ലോ നമ്മളതിനെ വിലയിരുത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ എല്ലാ തവണയും നിയമസഭയ്ക്കകത്ത് ഒരു പൂരവ ഉത്സവം നടത്തുന്ന പോലെ ഒരു ബഡ്ജറ്റ് നടത്തി അങ്ങ് വായിച്ചു പോവുകയാണ്. അതിനപ്പുറത്തൊരു സോഷ്യൽ ഓഡിറ്റ് കൃത്യമായി നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ബാലഗോപാൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ 70% നടപ്പിലാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്ന് പല പദ്ധതികളും ആവർത്തനമാണ്. ഒന്ന്, ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ ധനകാര്യ പ്രതിസന്ധി ഉണ്ട് ഈ കേരളത്തിലെന്ന് പറയുന്ന സമയത്തും ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതികൾ ഇതിനകത്ത് കൃത്യമായിട്ട് ധനകാര്യമന്ത്രി പറയുന്നില്ല. രണ്ടാമത്, അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടിയിട്ട് യാതൊരു രീതിയിലുള്ള ഫണ്ടും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇപ്പോൾ 750 കോടി രൂപ നമ്മുടെ ഈ പ്രളയ ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാടിന് മാറ്റിവെച്ചെന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണമാണ് നൽകുന്നത്. 700 കോടിയോളം രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ ബാധ്യത എന്താണ്? സർക്കാർ ഏത് രീതിയിലാണ് ഈ കേരളത്തിലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അതിൻ്റെ ഒരു നയപ്രഖ്യാപനമാണല്ലോ ബഡ്ജറ്റിനകത്ത് ഉണ്ടാവുക. ഇവിടെ നോക്കും, ഞാൻ പറയാം, അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിച്ച 3 പദ്ധതികളുണ്ട്. ഞാനൊന്ന് പറയാൻ, അത് നമ്മളൊന്ന് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന്, പുനർഗേഹം പദ്ധതി. ഈ പുനർഗേഹം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരദേശ മേഖലയിലെ ഈ മത്സ്യത്തൊഴിലാളികളിൽപ്പെട്ട ആളുകൾക്കുള്ള വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഏകദേശം 7000-ഓളം വീടുകളാണ് നൽകേണ്ടത്. പുനർഗേഹം പദ്ധതിയിൽ ഇതുവരെ നൽകിയിട്ടില്ല. രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് നവകിരണം പദ്ധതിയാണ്. നവകിരണം പദ്ധതി എന്ന് പറഞ്ഞാൽ 798 ആദിവാസികൾക്ക് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് വീട് നൽകുമെന്നാണ് പറഞ്ഞത്. ഒരു വീട് പോലും നൽകിയിട്ടില്ല. 4000-ഓളം അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ നവയുഗം പദ്ധതി. ഇപ്പം നമുക്കറിയാം, ഈ കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗം താമസിക്കുന്ന 1,00,000 വീട് കോളനികൾ, അവിടുത്തെ പദ്ധതിയാണ് ഈ നവയുഗം പദ്ധതി. ഈ നവയുഗം പദ്ധതിയിലെ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ വീടുകൾ നൽകാനുള്ള പദ്ധതിയാണ്. അപ്പം ഞാൻ പറഞ്ഞ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള പട്ടികജാതിക്കാർ, വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ, ഈ അടിസ്ഥാന ജനവിഭാഗത്തിന് നൽകേണ്ട അടിസ്ഥാന സൗകര്യം പോലും കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് പോലും നൽകാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. അവിടെയാണ് ഇവിടെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് നിരാശാജനകവും അങ്ങേയറ്റം കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ബഡ്ജറ്റ് എന്ന രീതിയിലാണ്. ഇപ്പോൾ നോക്കൂ, കേരളത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം. ഇപ്പോൾ നോക്കൂ, ഒരു കാലഘട്ടത്തിൽ ഒരു കോവളം മോഡൽ നമുക്കുണ്ടായിരുന്നു. ടൂറിസം പോലെയുള്ള വലിയ വലിയ മേഖലയിൽ കേരളം നമ്പർ 1 ആയിരുന്നു. ഇന്ന് ടൂറിസത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്ത് പദ്ധതിയാണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഇതിനകത്ത് 50 കോടി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്, അതിനകത്ത് ഹോം ടൂറിസം എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ട് പദ്ധതിക്ക് പണം മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടിയിരുന്ന ടൂറിസം മേഖലയുടെ നിലവിലെ സാഹചര്യം എന്താണ്? നമ്മളെക്കാൾ മോശമായിരുന്ന തായ്ലാൻഡും ശ്രീലങ്കയും ഒക്കെ ഇന്ന് നമ്പർ 1 സ്ഥാനത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഇൻകം വരേണ്ട ഒരു മേഖലയായ ടൂറിസത്തിന് വേണ്ടി ഏത് രീതിയിലുള്ള പദ്ധതിയും പ്ലാനും ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്? അത് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതല്ലേ? അതോടൊപ്പം തന്നെ നോക്കൂ, ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ DA-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ കുടിശ്ശിക നൽകുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിനകത്തും ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ കേവലം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ട് 700 കോടി രൂപയുടെ കുടിശ്ശിക നൽകും, DA നൽകുമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിനകത്തും സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് മുൻകൂട്ടിയിട്ട് കേവലം ഒരു 2.5 മണിക്കൂർ ഈ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കേരളത്തിലെ ശാസ്ത്രീയമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയെക്കുറിച്ചോ, കേരളത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യേണ്ട മേഖലകളെക്കുറിച്ചോ, കേരളത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാനുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഈ ബഡ്ജറ്റിനകത്തില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നോക്കൂ, ഭൂനികുതി 50% ഇരട്ടിക്കുകയാണ്. ഭൂനികുതി 50% ഇരട്ടിക്കുന്നു. അതോടൊപ്പം ഇലക്ട്രിക് വാഹനങ്ങൾ കേന്ദ്ര സർക്കാർ അതിൻ്റെ റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ നികുതി കൂട്ടുകയാണ്. അപ്പോൾ നോക്കൂ, അതോടൊപ്പം തന്നെ കോർട്ട് ഫീസ്, നമ്മുടെ കോടതി വ്യവഹാരങ്ങളുടെ ഫീസ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സാധാരണ ജനങ്ങളെ വഴിമുട്ടിക്കുന്ന രീതിയിൽ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ഈ ബഡ്ജറ്റിനെ ഞങ്ങൾ കേവലം ഒരു പ്രഹസനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ശരി.